പ്രിയപ്പെട്ടവരെ നോക്കൂ, മലയാള ഭാഷ ഇത്ര ഭംഗിയായി കൈകാര്യം ചെയ്തൊരു ആൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പഴം വിഴുങ്ങിയിരിക്കുക. ഇപ്പോഴും ഇവള് പഴത്തിന്റെ പുറകെ തന്നെ കേട്ടോ. എങ്ങനെ പോവാതിരിക്കും? മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല, ഇപ്പോഴും അത് തന്നെ ആയിരിക്കും. പിന്നെ പഴത്തിന്റെ പുറകെ പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അല്ലേ ജാസി? ആശിമോനെ നിന്റെ പഴം പഴം വിഴുങ്ങിയിരിക്കുക. ബൈ. പണി നിനക്കും കിട്ടും അടുത്തത്. എടാ എനിക്ക് പേടിയില്ലടാ, അതാരാണ് പറഞ്ഞത്? എന്താടാ നിനക്ക് പേടിയില്ലാത്തതാ? പറയട്ടാ. റെഡ് ബുള്ളേ, നീ പോയിട്ട് റെഡ് ബുള്ള് വാങ്ങിച്ച് കുടിച്ച് നിന്റെ അണ്ടിയും താത്തി ഒരു മൂലക്ക് മിണ്ടാണ്ടിരിക്കുക. എന്താ പദപ്രയോഗം, എന്താ ഭാഷ! സത്യം പറഞ്ഞ രോമം ഇങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് ഇവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. അത്രമേൽ എന്റെ രോമത്തിന് രോമാഞ്ചം വന്നു കേട്ടോ. അപ്പൊ റെഡ് ബുള്ള് പോയിട്ട് റെഡ് ബുള്ളും കുടിച്ച് നിന്റെ സാധനം താത്തി, ആ പൊങ്ങാത്ത സാധനം ഒന്നുകൂടി താത്തി ഒരു മൂലക്ക് നിൽക്കും. നിന്റെ സാധനം പൊന്തുന്നുണ്ടോ നീ അങ്ങ് മാറി നിൽക്ക്, പൊന്തുന്നില്ലേ ഇങ്ങ് മാറി നിൽക്ക്. അതായത് ജാസി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ, സാംസ്കാരിക ബോധത്തോടെ പറഞ്ഞാൽ, നിന്റെ കിച്ചാമണി പൊങ്ങുന്നുണ്ടെങ്കിൽ നീ മാറി നിൽക്ക്, പൊങ്ങുന്നില്ലെങ്കിൽ നീ ഓടി വാടാ, ഞാൻ പൊക്കിത്തരാന്ന്. എന്റെ അമ്മ, ആഷിയൊന്നും പോരെ നിനക്കല്ലേ? എല്ലാവരും അങ്ങ് വിളിച്ചു കൂട്ടുവാ. അടി എത്ര പൊക്കിയ കിച്ചാമണിയാ നീ ഇങ്ങനെ. എന്നിട്ട് നീ നമ്മളോട് പഴം വിഴുകാൻ പറയുന്നല്ലേടാ? ഓ, റെഡ് ബുള്ള് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, കുണ്ടൻ അടിക്കുന്നത് തെറ്റല്ലെന്ന്. എടാ റെഡ് ബുള്ളെ, നാട്ടിൽ വന്ന പാലാരിവട്ടം പാലത്തിൽ കുഞ്ഞു നിന്നിട്ട് അടിക്കുന്ന നീയാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? കടക്കട പുറത്ത്. ഓ, പാലാരിവട്ടം പാലത്തിനടിയിലപ്പം നീയും പോകാറില്ലേ? പിന്നെ എങ്ങനെയാ അവൻ കുണ്ടി കുഞ്ഞ് നിൽക്കുന്ന നീ കാണുന്നേ? കുണ്ടനടിയോലും. ഷോ, എന്ത് ഭംഗിയുള്ള വാക്കുകളാ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വന്ന് പറയുന്നതല്ലേ. എന്നിട്ടും പാലാരിവട്ടം പാലത്തിൻ്റെ കീഴിൽ പോയിട്ട് അവൾ അടിച്ച കാര്യം പോലും പറയുന്നു. പിന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാണ്. കുറച്ച് മ്യൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കുറേ അച്ഛനമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോവുക. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഈ പുന്നാര മോൻ ഇങ്ങനെയെങ്കിലും മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം, അല്ലേ? അപ്പൊ പുലയനോർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ. കടക്കട പുറത്ത്. ഞാൻ കുണ്ടൻ അടിക്കുന്നില്ലടാ. അത് പറഞ്ഞു കേട്ടോ. കടക്കട പുറത്താ, ഞാൻ കുണ്ടൻ അടിക്കുന്നില്ലടാ. നാട്ടേ, ഞാൻ കുണ്ടൻ അടിക്കുന്നില്ലടാ, ഞാൻ കുണ്ടൻ അടിക്കുന്നില്ല. ഞാനിപ്പോ സർജറി എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി കുണ്ടൻ അടിക്കേണ്ട ആവശ്യമില്ല. നീ ഒറ്റയ്ക്ക് വേണമെങ്കിൽ വായ കാണിച്ചു തരാം. നീയല്ലേ പറഞ്ഞു അമ്മിഞ്ഞയുടെ സർജറി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കുണ്ടൻ അടിക്കാതിരിക്കണമെങ്കിൽ നീ മറ്റേ സർജറി കഴിയണ്ടേ? ഡൗൺ സർജറി. അത് റെനൈ മെഡിസിറ്റിയിൽ ഇല്ല എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. അവിടെ ഫോൺ ചെയ്തിട്ടേ ആ മനുഷ്യൻ ഞാനാണ്. എന്നിട്ട് നീ ഇപ്പോഴും പറയുന്നു നീ സർജറി ചെയ്തിട്ടുണ്ടെന്ന്. എന്തോ ആഡ് ചെയ്ത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കടി. ഇത് ഡാവും അല്ല ഡിയും അല്ല, പണ്ടാറടങ്ങി അപ്പുറത്തും അല്ല ഇപ്പുറത്തും അല്ലാത്തൊരു ചങ്ങാതി.